ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ മാസത്തെ ഒരു ബോക്സ് ആയിരുന്നു ട്രേഡിങ്ങിന്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസത്തെ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് സാം വാൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. നമുക്കത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞ സമയത്ത് ഇതിൻ്റെ വാല്യൂ ഏകദേശം 137 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് അത് 188 റുപ്പീസ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കറക്റ്റ് ഇത് അടിച്ചിട്ടുണ്ട്. ടാർഗറ്റ് ഇവിടെ അച്ചീവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് സമ്മാൻ എന്ന് പറയുന്ന സമ്മാൻ ക്യാപിറ്റൽ അത്യാവശ്യം നല്ലൊരു ഇത് കാണിച്ചിട്ടുണ്ട്, മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു അത്യാവശ്യം നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. എന്തായാലും ഇത് എൻ്റെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തേത് ജൂപ്പിറ്റർ വേഗൺസ് ആയിരുന്നു. അപ്പോൾ ജൂപ്പിറ്റർ വേഗൺസ് ഇപ്പോഴും ആ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് തന്നെയാണ് ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ഒരു ബ്രേക്ക്ഔട്ട് കാണാം, ഇല്ലെങ്കിൽ നല്ല ഈ ഒരു ഫ്ലോയിൽ അത്യാവശ്യം നല്ല ഒരു ഡൗൺഫോൾ കാണാം. പക്ഷേ എങ്ങനെയാണെന്ന് നോക്കി തന്നെ തീരുമാനിക്കണം. ഏണിങ്സ് റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഏണിങ്സ് റിപ്പോർട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത് ഈ ക്വാർട്ടറിൽ. അപ്പോൾ എന്തായാലും ഒരു അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് ഞാൻ സ്റ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സപ്പോർട്ട് ലെവലിലാണ് ഇപ്പോഴും ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എടുത്തിരുന്ന സമയത്ത് ഏതാണ് ഞാൻ സജസ്റ്റ് ചെയ്ത സമയത്ത് 336 ആയിരുന്നു. ഇപ്പോൾ 322 ആയിട്ട് ആ ഒരു സപ്പോർട്ട് സോണിൽ തന്നെയാണ് നിന്ന് ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഔട്ടും കാണിച്ചിട്ടില്ല. മൂന്നാമത്തെ സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. സ്റ്റോക്ക് ITCയുടെ ആണ്. ITC ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കയറിയിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് സോണിൽ നിൽക്കുകയാണ്. ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം തന്നെ, ഒരു 450 വരെ പോകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഞാൻ സജസ്റ്റ് ചെയ്ത സമയത്ത് 405 ആയിരുന്നു ഇതിൻ്റെ വാല്യൂ. ഇപ്പോൾ ഏകദേശം ഒരു 15 പോയിന്റ് അപ്വേർഡ് വന്നിട്ടുണ്ട്. ഏകദേശം ഞാൻ ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അത്യാവശ്യം ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരിക്കും. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും വരെ, ഈ ഒരാഴ്ച കൊണ്ട് അടുത്തൊരാഴ്ച കൊണ്ട് ബ്രേക്ക് ചെയ്യും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഒരു 450, 480, 500 റുപ്പീസ് വരെ പോകും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. എന്തായാലും നമുക്ക് കണ്ടറിയാം. അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്ത LT ആണ്. നമ്മുടെ ലാഴ്സൺ ആൻഡ് ടോബ്രോ LT നമ്മുടെ കിടിലൻ സ്റ്റോക്കാണ്. അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്നപ്പോഴാണ് ഞാൻ ഒരു നല്ലൊരു മൊമെൻറ്റവും കണ്ടിട്ടുണ്ടായിരുന്നു, നല്ലൊരു വോളിയം ഉണ്ടായിരുന്നു. 3700 സംതിങ് ആയിരുന്നു. അവിടെ നിന്ന് നല്ലൊരു അപ്വേർഡ് മൂവ്മെൻറ്റും തന്നെ കാണിച്ചിട്ടുണ്ട്. ഏകദേശം എൻ്റെ എല്ലാ ടാർഗറ്റും ഇതിൽ അച്ചീവ് ആയിട്ടുണ്ട്. ഏകദേശം എത്ര പോയിന്റ്, ഏകദേശം 300 പോയിന്റ്സോളം അപ്വേർഡ് മൂവ്മെൻറ്റും തന്നിട്ടുണ്ട്. ഇനിയും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഏണിങ്സ് റിപ്പോർട്ടും വന്നിട്ടുണ്ട്. 43% നമ്മുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം അത്യാവശ്യം നല്ലൊരു രീതിയിലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റം തന്നെയാണ് LT കാണിച്ചിട്ടുള്ളത്. കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വരും. എന്തായാലും അത്യാവശ്യം നല്ലൊരു സ്റ്റോക്കാണ്. ഇതും നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോക്ക് നോക്കാം. ഓൺ മൊബൈലായിരുന്നു എൻ്റെ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നത്. ഓൺ മൊബൈൽ അത്യാവശ്യം ഞാൻ സജസ്റ്റ് ചെയ്തിരുന്ന ടൈമിൽ ഒരു 69 ട്രേഡിംഗ് ആയിരുന്നു. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3 പോയിന്റ്സ് അപ്പായി 72 ആയിട്ടുണ്ട്. പക്ഷേ ഒരു പതുക്കെയാണ് പോകുന്നത്. എന്തായാലും ഈ ഒരു ബ്രേക്ക്ഔട്ട് നല്ലൊരു രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ, നല്ലൊരു വോളിയം വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെ ഇതിലും കാണാൻ പറ്റും. പക്ഷെ ഫണ്ടമെൻ്റലി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് അല്ല. സ്വിംഗ് ട്രേഡിങ്ങിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് ഇതൊക്കെ. LT അത്യാവശ്യം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. ITC ഒക്കെ ആരെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അത്യാവശ്യം നന്നായിട്ട് സെർച്ച് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക.
പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ 1 2 3 3 സ്റ്റോക്സ് ഓൾമോസ്റ്റ് എൻ്റെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. പിന്നെ വൺ മൊബൈൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു 83 വരെ എന്തായാലും പോകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. എന്തായാലും നമുക്ക് വരുന്ന വീക്ക് കണ്ടറിയാം. എന്തായാലും പുതിയൊരു 5 സ്റ്റോക്സുമായിട്ട് ഈ മാസത്തെ ട്രേഡിങ്ങിൽ ഞാൻ വരുന്നതാണ്. താങ്ക് യു.